ഇക്കഴിഞ്ഞ ഡിസംബർ അവസാനം ഞങ്ങൾ മുംബൈയിൽ നിന്ന് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹനോയിലേക്ക് പറന്നു. സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം ഭരിക്കുന്നത് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒരേ സമയം ട്രഡീഷണലും മോഡേണുമാണ് ഈ രാജ്യം. വൈകുന്നേരങ്ങളിൽ വാക്കിംഗ് പ്ലാസ സജീവമാവും. നല്ല റോഡുകളെക്കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. ഹനോയി വളരെ ചടുലവും സുന്ദരവുമായ ഒരു സിറ്റിയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ കറങ്ങി നടക്കുന്നുണ്ട്. നോയ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് തന്നെ $10 നൽകി ലോക്കൽ സിം കാർഡ് വാങ്ങിയിരുന്നു. നിങ്ങൾ വിയറ്റ്നാമിൽ പോകുമ്പോൾ അവിടുത്തെ ലോക്കൽ കറൻസിയായ ഡോങ്ങോ അല്ലെങ്കിൽ $US കരുതുന്നത് നല്ലതാണ്. എയർപോർട്ടിലും പ്രധാന മാർക്കറ്റുകളിലും എക്സ്ചേഞ്ച് ഫെസിലിറ്റി ഉണ്ട്. അത്യാവശ്യം ഹോംവർക്ക് ചെയ്താൽ പോക്കറ്റ് കീറാതെ നോക്കാം. ലൂണാർ ന്യൂ ഇയറും ക്രിസ്മസും ആയതിനാൽ സിറ്റിയിൽ വലിയ തിരക്കാണ്. ജനസംഖ്യയിൽ കൂടുതൽ ബുദ്ധമതക്കാരാണെങ്കിലും നല്ല തോതിൽ റോമൻ കാത്തലിക്സും ഉണ്ടെന്ന് ഞങ്ങളുടെ ഗൈഡ് ലാം പറഞ്ഞു. ലാം എന്നത് അയാളുടെ ഇംഗ്ലീഷ് പേരാണത്രേ. വിയറ്റ്നാം ഭാഷയിൽ ആ പേര് പറഞ്ഞാൽ നമ്മൾ താങ്ങില്ല. അവരുടെ ഇംഗ്ലീഷ് ഉച്ചാരണം പോലും മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. ഹനോയി ഓൾഡ് ക്വാർട്ടറിലൂടെ ഒന്ന് ചുറ്റിയടിച്ചു. എന്തും വാങ്ങാൻ കിട്ടും. നല്ല തിരക്കുള്ള തെരുവുകളാണ്. മൊത്തത്തിലൊരു ചുവപ്പ് നിറമാണ് ഇരുവശത്തും. പുതിയതും പഴയതുമായ കടകളുണ്ട്. സെൻട്രൽ സ്ട്രീറ്റ് ആഴ്ചയിൽ 2 ദിവസം വൈകുന്നേരം ഷോപ്പിംഗ് സ്ട്രീറ്റായി മാറുന്നു. വാഹനഗതാഗതം ഉണ്ടാകില്ല. സ്ട്രീറ്റ് ഫുഡിലെ വെറൈറ്റി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏതെടുത്താലും 20K അഥവാ 20,000 ഡോങ്, അതായത് ഏകദേശം 70 ഇന്ത്യൻ റുപ്പിയാണ് വില. ബാൻമി എന്ന പേരിൽ നോൺ വെജ്, എഗ്, വെജ് സ്റ്റഫിങ്ങിൽ കിട്ടുന്ന വിയറ്റ്നാമീസ് ബ്രെഡ് ആർക്കും ഇഷ്ടപ്പെടും. അതൊരു ജനകീയ ഭക്ഷണമാണിവിടെ. വാഹനങ്ങളില്ലാത്ത സ്ട്രീറ്റിൽ ആളുകൾ ഡാൻസും പാട്ടുമൊക്കെ മതിമറന്ന് ആസ്വദിക്കുന്നത് കണ്ടു. Mình thương yêu ai không gian như hoang vu trong cơn mơ mình ai một cuộc tình mà mình dành riêng cho em dù nắng. ഹനോയിലെ ട്രെയിൻ സ്ട്രീറ്റ് നിരവധി ആളുകളെ ആകർഷിക്കുന്ന വേറിട്ട ഒരു അനുഭവമാണ്. ആളിനെ മുട്ടിയില്ല എന്ന മട്ടിൽ കടന്നു പോകുന്ന ട്രെയിൻ അനേകരെ ആകർഷിക്കുന്നുണ്ട്. ട്രെയിൻ സ്ട്രീറ്റിൽ പാളത്തിന് ഇരുവശവുമുള്ള വീടുകളോട് ചേർന്ന ചെറിയ കടകൾക്ക് മുന്നിൽ കുള്ളൻ കസേരകളും സ്റ്റൂളുകളും ടീപ്പോയികളും നിരത്തിയിട്ട് സ്നാക്സും കോഫിയും ബിയറുമായി ആളുകൾ കടന്നു പോകുന്ന ട്രെയിൻ കാത്തിരിക്കുന്നു. ടൈം ടേബിൾ ഉണ്ട്. ബ്രെത്ത് ടേക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇരിക്കുന്ന ആംഗിൾ ഒന്ന് തെറ്റിയാൽ ഒന്നാം തരം പണി കിട്ടും.
ഹനോയിൽ നിന്ന് ഹാലോങ് ബേയിലേക്കുള്ള എക്സ്പ്രസ് വേക്ക് ഇരുവശവും നോക്കിയാൽ പുതിയ വിയറ്റ്നാമിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേഗം മനസ്സിലാകും. മുൻപ് ഫ്രഞ്ച് കോളനിയായിരുന്ന വിയറ്റ്നാമിൽ ഇപ്പോഴും അതിൻ്റെ ഒരു ഷെയ്ഡ് കാണാം. ഗ്രാൻഡ് വേൾഡ് എന്നു പേരിട്ട് ഒരു അപ്സ്കെയിൽ ഏരിയ സർക്കാർ നിർമ്മിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ സ്ഥലങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കെട്ടിട സമുച്ചയങ്ങളും വാട്ടർവേകളും മാർബിൾ പ്രതിമകളും കണ്ടു. ഞങ്ങൾ പോയ സമയം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എൻ്റെ വിളിപ്പേരിൽ ഒരു റെസ്റ്റോറൻറ്റും കണ്ടു. ഒരു കൗതുകത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തു. ചുമ്മാതൊരു രസം. കണ്ട സ്ഥലങ്ങൾ മിക്കവാറും സ്പോട്ട്ലെസ്ലി ക്ലീൻ ആണ്. നമുക്ക് പഠിക്കാവുന്ന രീതിയിൽ ആളുകൾക്കൊരു വൃത്തിബോധമുണ്ട്. അതുമാത്രവുമല്ല, എടുത്തു പറയാവുന്ന രീതിയിൽ സൗന്ദര്യബോധവും. അവർ നിർമ്മിച്ചു വച്ചിരിക്കുന്ന സാധനങ്ങൾ ഭംഗി കൊണ്ടും വലിപ്പം കൊണ്ടും ക്രിയേറ്റിവിറ്റി കൊണ്ടും നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. ഹനോയിൽ നിന്ന് ഹാലോങ് ബേയിലേക്കുള്ള റോഡ് യാത്രയ്ക്കിടയിൽ ബയോ ബ്രേക്ക് എടുത്തത് ഒരു നാച്ചുറൽ പേൾ ബ്രീഡിംഗ് ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റിലാണ്. ഐഡിയൽ എൻവയൺമെൻ്റ് ഒരുക്കി മുത്തുകൾ വിളയിച്ചെടുക്കുന്നു. പേൾ ആഭരണങ്ങളുടെ വലിയ ശേഖരവുമായി തൊട്ടടുത്ത് തന്നെ അവരുടെ വിശാലമായ ഷോറൂമുണ്ട്. മനോഹരമായ ആഭരണങ്ങൾ, വൻ വിലയാണ്. നമ്മൾ കൂട്ടിയാൽ കൂടുതലപ്പാ. കണ്ട് രസിക്കാം, അതിന് കാശ് വേണ്ട. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് നോർത്ത് ഈസ്റ്റ് വിയറ്റ്നാമിലെ ഹാലോങ് ബേ. നിരവധി ലൈംസ്റ്റോൺ മലകളും ഗുഹകളും മഴക്കാടുകളും നിറഞ്ഞ സുന്ദരമായ പ്രകൃതി. ഒരു സീ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് കണ്ടു. ഇത് വേണോ വേണ്ടയോ എന്ന് ഇന്ത്യയിൽ ഇപ്പോഴും ഡിസ്കഷൻ നടക്കുന്നതേയുള്ളൂ. എപ്പോഴെങ്കിലും വരുമായിരിക്കും. ഞങ്ങളുടെ ക്രൂസിൻ്റെ അടുത്തായി ചില ബോട്ടുകൾ പോകുന്നുണ്ട്. പ്രകൃതിയുടെ ഡീപ്നെസ്സും ചുറ്റുമുള്ള കാടിൻ്റെ വന്യതയും നന്നായി ഫീൽ ചെയ്യും. നല്ലൊരനുഭവം. ക്രൂസിൽ വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു. നേറ്റീവും കോണ്ടിനെൻ്റലുമായ ആഹാര സാധനങ്ങൾ, സീ ഫുഡ്, പോർക്ക്, ചിക്കൻ, ഡക്ക് തുടങ്ങി കരിച്ചതും പൊരിച്ചതും എല്ലാം. വെള്ളമടിക്കണമെങ്കിൽ കാശ് വേറെ കൊടുക്കണം. സന്ധ്യയ്ക്ക് ഡെക്കിൽ നിന്ന് സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. ദൂരെ ചുണ്ണാമ്പുമലകൾക്ക് അടിയിലേക്ക് സൂര്യൻ പതുക്കെ താഴ്ന്നു പോകും. ഇന്ത്യൻ സമയവും വിയറ്റ്നാം സമയവും തമ്മിൽ 1.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമുക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ക്രൂസിൽ നമ്മെ എൻഗേജ് ചെയ്യാൻ പല ആക്ടിവിറ്റീസുമുണ്ട്. വിയറ്റ്നാമീസ് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ ഷെഫിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളും പങ്കെടുത്തു. We had a good teacher, Leon. Yes, thank you. Right, and when you have problems, Chef Leon to the rescue, right? Yes, please, this one of you. Yes, you take everything out, almost. Okay? Here you go. Just leave it on the table, easier for you to make. Start with the glassy side. Yes, yes. ചൈനയും റഷ്യയും സപ്പോർട്ട് ചെയ്ത് നോർത്ത് വിയറ്റ്നാമും അമേരിക്ക സപ്പോർട്ട് ചെയ്ത് സൗത്ത് വിയറ്റ്നാമും തമ്മിൽ നടന്ന 20 വർഷത്തെ നീണ്ട യുദ്ധമായിരുന്നു വിയറ്റ്നാം വാർ. വിയറ്റ്നാമികളുടെ ഗറില്ല
യുദ്ധമുറയിൽ US ആർമി തോറ്റു പിന്മാറി. 1975 വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം എത്തി. വാർ ടൈമിൽ മുറിവേറ്റവരെ ട്രീറ്റ് ചെയ്യാനുള്ള ഫീൽഡ് ഹോസ്പിറ്റൽ ക്വാൻ ഇ കേവ് കണ്ടു. ഇതൊരു സീക്രട്ട് മിലിറ്ററി ഹോസ്പിറ്റലായിരുന്നു. ലൈംസ്റ്റോൺ മല തുരന്ന് അതിനകത്ത് 3 ലെവലുകളിലായി ഉണ്ടാക്കിയെടുത്ത ഈ ഷെൽട്ടർ കണ്ടാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും വിയറ്റ്നാം ഗറില്ല വാർ സ്കിൽസ് എന്തായിരുന്നുവെന്ന്. സിൻജോ വിയറ്റ്നാമിൻ്റെ ഇനി വരുന്ന ഭാഗങ്ങൾക്കായി കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.